അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ജാസിയയിൽ. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ വഅളല്ലഹുല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സമഇഹി വകൽബി വജഅല അലാ ബസരിഹി ഗിശാവ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ് അഫലാ തദക്കറൂൻ. തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹത്തെ ആരാധ്യനാക്കിയവൻ്റെ അവസ്ഥയെ തങ്ങൾ കാണുന്നില്ലയോ? അറിവുള്ളവനായിരിക്കുന്നതോടുകൂടി തന്നെ അള്ളാഹു അവനെ വഴി തെറ്റിച്ചിരിക്കുന്നു. അവൻ്റെ കാതിലും ഹൃദയത്തിലും മുദ്ര വയ്ക്കുകയും അവൻ്റെ കണ്ണിന്മേൽ മൂടിയിടുകയും ചെയ്തിരിക്കുന്നു. അതായത് സത്യമായ കാര്യങ്ങളെ കേൾക്കാനും കാണാനും ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളാനും അവന് കഴിയുന്നതല്ല, അവൻ അങ്ങനെ ചെയ്യുകയില്ല. അപ്പോൾ അള്ളാഹു വഴികെടുത്തിയ ശേഷം ആരാണ് അവനെ നേർവഴിയിലാക്കുന്നത്? ഇനിയും നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലയോ? വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനമൊന്നും തൻ്റെ അടുക്കൽ ഇല്ലാതെ തൻ്റെ നഫ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരാണുള്ളത്? നിശ്ചയമായും അള്ളാഹു ഇത്തരത്തിലുള്ള അക്രമികളെ നേർവഴിയിലാക്കുന്നതല്ല. സൂറത്തുൽ ഖസസ് 50-ാം വാക്യം. മറ്റ് പല സ്ഥലങ്ങളിലും ഈ ആശയം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് ശൈത്താൻ്റെ കഠിനമായ ഒരു ആക്രമണമാണ്. അവൻ ദീനല്ലാത്ത കാര്യത്തെ ദീനിൻ്റെ വേഷത്തിൽ കാണിക്കുകയും മനുഷ്യൻ അതിനെ ദീനാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രവർത്തിക്കുകയും അതിന് കൂലി കിട്ടുമെന്ന ആശയിൽ കഴിയുകയും ചെയ്യുന്നു. അത് ഇബാദത്താണെന്നും ദീനാണെന്നും ധരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും അവൻ എങ്ങനെ തൗബ ചെയ്ത് മടങ്ങും? ഒരുവൻ മദ്യപാനത്തിലോ വ്യഭിചാരത്തിലോ അതുപോലെയുള്ള മറ്റേതെങ്കിലും പാപങ്ങളിലോ മുഴുകിക്കഴിയുകയാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് അവൻ പശ്ചാത്തപിച്ച് മടങ്ങി അത് ഉപേക്ഷിക്കുമെന്ന് ആശിക്കാവുന്നതാണ്. എന്നാൽ ദീനിൽ അനുവദനീയമല്ലാത്തൊരു കാര്യത്തെ ദീനാണെന്ന് ധരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുന്നതിന് എങ്ങനെ കഴിയും? മറിച്ച് ദിനം പ്രതി അതിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ഞാൻ പാപങ്ങളിൽ അവരെ വ്യാപൃതരാക്കി, എങ്കിലും അവർ ദിക്റുകൾ കൊണ്ടും തൗബ ഇസ്തിഗ്ഫാർ കൊണ്ടും എന്നെ നശിപ്പിച്ചപ്പോൾ അവർക്കൊരിക്കലും പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത നിലയിലുള്ള വലയിൽ അവരെ ഞാൻ കുടുക്കിയെന്ന് ഇബ്ലീസ് പറയുന്നതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ദീനിൻ്റെ എല്ലാ കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബാക്കളുടെയും വഴിയെ തൻ്റെ മാർഗദർശരാക്കുക എന്നത് ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. സുന്നത്തിന് മാറ്റമായ വഴികളെ തിരഞ്ഞെടുക്കുന്നത് നന്മകൾ നശിച്ച് തിന്മകൾ ഉണ്ടാക്കുന്നതിന് കാരണമായി ഭവിക്കുന്നതാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒരു ഹദീസ് ലഭിച്ചതായി നിവേദനം ചെയ്യുന്നു. ശൈത്താൻ പറയുന്നു, ഞാൻ ഉമ്മത്ത് മുഹമ്മദിയയുടെ മുന്നിൽ പാപങ്ങളെ എല്ലാവിധ അലങ്കാരങ്ങളോടും കൂടി കാണിച്ചു. എന്നാൽ അവരുടെ ഇസ്തിഗ്ഫാർ എൻ്റെ മുതുകിനെ ഒടിച്ചു കളഞ്ഞപ്പോൾ അവർ പാപമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ഇസ്തിഗ്ഫാർ ചെയ്യാൻ സാധിക്കാത്ത നിലയിലുള്ള പാപങ്ങളിൽ അവരെ കുടുക്കി. അതവരുടെ നഫ്സിൻ്റെ ഇച്ഛകളാണ്, അതായത് അനാചാരങ്ങളാണ്.
അതിനവർ ദീനാണെന്ന് ധരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വഹബ് ബിൻ മുനബ്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുക. നീ കൂട്ടങ്ങളിൽ വെച്ച് ശൈത്താനെ ശപിക്കുന്നു, രഹസ്യമായി നീ അവന് ഭയപ്പെടുകയും അവനെ ചങ്ങാതിയാക്കുകയും ചെയ്യുന്നു. ചില സൂഫിയാക്കളിൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു, നന്മകളെല്ലാം ചെയ്യുന്നവനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അറിയുകയും അത് സമ്മതിക്കുകയും ചെയ്തതിന് ശേഷം അവനോട് അനുസരണക്കേട് കാണിക്കുന്നതും ശൈത്താൻ്റെ വഞ്ചനയും അഹങ്കാരവും അവൻ്റെ കഠിനമായ കയ്യേറ്റവും അറിഞ്ഞിട്ടും അവനെ അനുസരിച്ച് നടക്കുന്നതും എത്ര കണ്ട് അത്ഭുതകരമായ സംഗതിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വരുന്നൊരു ഹദീസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സത്യമായ ഹൃദയത്തോടു കൂടി പറഞ്ഞ് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മരിച്ചവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഒരു റിവായത്തിൽ തീർച്ചയായും അള്ളാഹു അവന് മാപ്പ് ചെയ്ത് കൊടുക്കുന്നതാണെന്നും വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി സഹീഹായ ഹദീസിൽ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, സന്തോഷവാർത്ത കേൾക്കണേ, സന്തോഷവാർത്ത മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണേ. അതായത് ഒരു മനുഷ്യൻ സത്യമായ ഹൃദയത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സമ്മതിച്ച് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്നാൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഇഖ്ലാസിനാണ് മതിപ്പുള്ളത്. ഇഖ്ലാസോട് കൂടിയുള്ള ചെറിയ അമലും വളരെ കൂടുതൽ പ്രതിഫലമുള്ളതാണ്. ലോകരെ കാണിക്കാൻ വേണ്ടിയും ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അത് പ്രയോജനരഹിതമെന്ന് മാത്രമല്ല, പ്രവർത്തിക്കുന്നവനത് നാശമായി ഭവിക്കുന്നതാണ്. അതുകൊണ്ടൊരുവൻ ഇഖ്ലാസോട് കൂടി ഷഹാദത്ത് കലിമ പറയുകയാണെങ്കിൽ അവൻ തീർച്ചയായും മാപ്പ് ചെയ്യപ്പെടുന്നതും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുക തന്നെ ചെയ്യുന്നതുമാണ്. അതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. പക്ഷേ അവൻ്റെ ദോഷങ്ങൾ കാരണമായി കുറച്ചു കാലം ശിക്ഷ അനുഭവിച്ച ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനായേക്കാം. എന്നാൽ അങ്ങനെ ശിക്ഷിക്കപ്പെടണമെന്നും നിർബന്ധമില്ല. ഏതെങ്കിലും നിഷ്കളങ്കനായ മനുഷ്യൻ്റെ ഇഖ്ലാസ് മാലിക്കുൽ മുൽക്കായ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അവൻ്റെ ഏതെങ്കിലും സേവനം പ്രിയങ്കരമായി തീരുകയും ചെയ്താൽ അവൻ എല്ലാ പാപങ്ങളെയും മാപ്പ് ചെയ്യുന്നവനാണ്. ഇങ്ങനെയുള്ള ഔദാര്യനിധിക്ക് വേണ്ടി നാം നമ്മെ അർപ്പണം ചെയ്യാതിരിക്കുന്നത് എത്രമാത്രം ദൗർഭാഗ്യകരമാണ്. ചുരുക്കത്തിൽ ഏത് നിലയിലും കലിമത്ത് ത്വയ്യിബ പറയുന്നവർക്ക് വളരെ കൂടുതൽ സവാബുകൾ ഹദീസിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ട് രീതിയിലാകാൻ വകയുണ്ട്. അതായത് നീതി അനുസരിച്ച് പാപങ്ങൾക്ക് ശിക്ഷ കൊടുത്ത ശേഷം മാപ്പ് നൽകുക, അല്ലെങ്കിൽ രാജകീയമായ കരുണയും ദയയും ഔദാര്യവും അനുസരിച്ച് ശിക്ഷിക്കാതെ മാപ്പ് കൊടുക്കുക. അല്ലാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കി വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.